ഇതിന്റെ ആകൃതി എന്താ? ഈ പുതിയ കുട്ടികൾ വന്നാൽ അതിന് ചെറിയ പീസ് കൊടുക്കാം. എന്താ ആകൃതി പറയൂ ഇതിന്റെ? ചതുരത്തിൽ ഏത് ചതുര? സമചതുരമാണോ ദീർഘചതുരമാണോ? സമചതുരം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ ദീർഘചതുരം എന്ന് പറയാൻ കാരണം? എങ്ങനെ ദീർഘചതുരം? ആറ് വശം തുല്യമല്ല അല്ലേ? ശരി, നമ്മളെ ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം. എന്താ വ്യത്യാസം? 4 വശം പല അളവാണോ? 4 അളവാണോ? അപ്പൊ ഇതിന് നീളവും വീതിയൊക്കെ ഉണ്ട് അല്ലേ? കൂടുതൽ നമുക്ക് പുതിയ ക്ലാസ് എടുത്തും പറയാം കേട്ടോ. നാളെ നാളെ റിസൾട്ടറില്ലേ? ശരി, അപ്പൊ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് മടക്കിക്കോളൂ. മടക്കിയോ? നോക്കണം, ഞാൻ എങ്ങനെയാ മടക്കിയെന്ന് നോക്കണം. നോക്കൂ, എവിടുന്നാ മടക്കിയ കേട്ടോ? അതല്ല, മോൻ നോക്കൂ, ഒന്നുകൂടെ നോക്കൂ. അത് തന്നെ കൽബിലെത്തി എന്ന് പറയാൻ മാത്രമല്ല നമുക്കറിയാം, നമ്മൾ ആളെ പഠിപ്പിക്കാൻ നമുക്കറിയാം അല്ലേ? കിട്ടാവാനില്ല കേട്ടോ. കണ്ടില്ലേ? മടക്കിയോ? ശരി, ഇനി നോക്കൂ. അടുത്ത ഫോൾഡ് ഇതേപോലെ അടുത്ത മടക്ക് കേട്ടോ. മോളെ ടെൻഷൻ അടിക്കുന്ന ടെൻഷനൊക്കെ മടക്കിൽ കാണുന്നുണ്ട്. പതുക്കെ ചെയ്താൽ മതി മോനും, പതുക്കെ ചെയ്താൽ മതി. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഏട്ടന്മാരൊക്കെ സഹായിക്കും, അമ്മയും അച്ഛനൊക്കെ സഹായിക്കും കേട്ടോ. ഇവിടെ അച്ഛനോടെ അച്ഛനെ സഹായിക്കാലോ. ഇന്ന് കൊടുക്കുമോ അവൻ്റെ കൂടെ? ഇന്നോട് പ്രശ്നമൊന്നുമില്ല. ഇത് കുട്ടികളുടെ ഓർമ്മയല്ല, എനിക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ചെയ്ത് കൊടുക്കാം. മക്കളുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. നമുക്കിരുന്ന് സഹായിച്ചു കൊടുക്കാം അവരെ. പിന്നേട്ടോ നിങ്ങളിങ്ങനെ വട്ടം കറങ്ങല്ലേ? ഗ്യാപ്പ് ഉണ്ടാക്കണം. മടക്കിയോ? ഈ ശ്രീനേട്ടൻ നന്നായിട്ട് പാടുന്നയാളാണ്. പക്ഷെ നിങ്ങൾ ഉറക്കെ പാടുന്ന ഉറപ്പ് കൊടുത്താലേ പാടുമോ? പാടുവോ? പിന്നെ വായ്ത്താരിയൊക്കെ പാടിച്ചു അപ്പം പാടോ? ശരിയല്ലേ? എണ്ണം പഠിക്കുന്ന പാട്ട് പാടാട്ടോ. ഇതുകൂടി നടക്കണം കൂട്ടുകാരെ. ഇത് ഇങ്ങനെ താഴേക്ക് കിടക്കുന്നില്ല കഷ്ണം. ദീർഘചതുരം 2 ആകൃതി കിട്ടി നമുക്ക്. ഏതൊക്കെ ആകൃതി അറിയോ? പിന്നെ പരിചയപ്പെടും. ത്രികോണം എന്നൊക്കെ പറയും. 3 വശമില്ലേ? ഒരു 3 കോണുണ്ട്. 1, 2, 3 കോണുണ്ട്. ഈ ത്രികോണത്തിന് തന്നെ പുതിയ ഒരു വേറെ പേരും കൂടിയുണ്ട്. അത് വലിയ ക്ലാസ്സിലെത്തുമ്പോ പഠിക്കും കേട്ടോ. നമ്മുടെ ഈ പടവ് ചെയ്യില്ലേ ആൾക്കാര്, വീടിന്റെയൊക്കെ പടവ്. അപ്പൊ ഒരു നൂല് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ നൂല് പിടിച്ചിട്ട് എന്നിട്ട് കല്ലൊക്കെ തട്ടി ശരിയാക്കുമ്പോൾ നൂല് റെഡിക്ക് വരും. അവരെന്തായാലും പറയുന്നത് മട്ടം നോക്കാന്ന് പറയും. കണ്ടിട്ടുണ്ടോ? അവരോട് ചോദിച്ചാൽ വീട്ടിൽ പണിയുണ്ടോ, എന്താ നിങ്ങൾ നോക്കുന്നത്? എന്തായി മട്ടം നോക്കുന്നത് വെച്ചാൽ അളവൊക്കെ. ആ മട്ടം ശരിയല്ലെങ്കിൽ എന്താ ഇപ്പൊ വീട് ചടപട വീണ് പോകും. മനസ്സിലായില്ലേ? വീട് ചടപട വീണാൻ പറ്റുമോ? നമ്മൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ, കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ ഓരോരോ കല്ല് വന്ന് മേലെ കൂടെ വീണ എന്താവും? അവസാനം രാവിലെ അമ്മ തെരഞ്ഞു വരുമ്പോൾ എന്താവും? അമ്മ ഞാൻ ഈ കല്ലിന്റെ അടിയിലുണ്ട്, ഇവിടുന്ന് വേണമെങ്കിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോയിക്കുമെന്ന് പറയും. സ്കൂളിലുള്ള സമയമാണെങ്കിൽ നമ്മൾ മിണ്ടൂല. എന്താവും? സ്കൂളിൽ പോകാതെ കഴിയൂലേ? സ്കൂളിൽ പോകണതാണോ പോകാത്തതാണോ ഇഷ്ടം? പോവാത്ത. സത്യം പറഞ്ഞ അതെന്താ പോവാത്ത ഇഷ്ടം മോനെ? വീട്ടിലിരുന്നാലും സ്വപ്നം കാണാം അല്ലേ? ശരി, ഓക്കെ. എപ്പോഴെങ്കിലൊക്കെ സത്യം പറഞ്ഞു കേട്ടോ. ശരി, ഇങ്ങനെ മടക്കിയില്ലേ? മടക്കിയല്ലോ. ഇനി താഴെയുള്ള ഈ വലിയ കഷ്ണല്ലേ, അത് പകുതി മടക്കി ഇതുവരെ. മോഹൻദാസ് ശരിയായോ? കുട്ടികളെ കൂടെ ഒന്നും അവിടെ ഇരുന്നോ? മടക്കിയോ? ഇത്രയും മടക്കിയാൽ നേരെ ഇത് ഇങ്ങോട്ട് വെക്കാം. ഒരു മടക്കും കൂടെ കേട്ടോ, ഉറപ്പ് കൊടുക്കാം. മടക്കിയല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചും കൂടി എവിടെ ഇരുന്നോളൂ, അവരെ കൂടെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇരുന്ന സ്ഥലത്തിന് ചെറിയ കുഴപ്പമുള്ളതാണോ? ആ കുഴപ്പമുള്ളിടത്ത് നീ ചെയ്യാന്നുള്ളത് നല്ലത് കേട്ടോ. ഇതാ 2 അറ്റമല്ലേ ഇതിന്റെ? 2 അറ്റമില്ലേ? ഈ 2 അറ്റം നടുക്കിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതേപോലെ നടുക്ക് ഇവിടെ ഉണ്ടല്ലോ, നടുഭാഗമില്ലേ? നടുഭാഗം വരെ മാത്രം മടക്കുക കേട്ടോ. മടക്കിയോ? പേടിക്കേണ്ട, നിനക്കുള്ളതാണ് കേട്ടോ. അത് ശരിക്കും
മടക്കി സൂക്ഷിച്ച് നോക്കിക്കോ. മടക്കിയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ആദ്യം ചെയ്തേ നോക്കൂ, ഒന്നുകൂടെ നമുക്ക് ഓർമ്മയൊന്ന് പുതുക്കാം. ആദ്യം ഇങ്ങനെയുള്ളൊരു പേപ്പർ അല്ലേ, സാധാരണ പേപ്പർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മടക്കി വെച്ചു. അപ്പൊ നമുക്ക് 2 ത്രികോണം കിട്ടി. ഇത് 2 മട്ട ത്രികോണം എന്ന് പറയാം കേട്ടോ. എന്താന്നൊക്കെ പിന്നെ പഠിച്ചോളും, ഓർത്ത് വെച്ച വാക്ക് കേട്ടോ. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഈ ദീർഘചതുരത്തിന്റെ പകുതി മടക്കി അല്ലേ, ഈ വക്ക് വരെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെച്ചു. പിന്നെ ചപ്പാത്തിയൊക്കെ ചൂടാകുമ്പോ അടുക്കള കയറി നോക്കിയിട്ടുണ്ടോ? ചപ്പാത്തി കുറച്ച് ചൂടാകുമ്പോ എന്ത് ചെയ്യണം, മറച്ചിടണം, അല്ലെങ്കിൽ എന്തായി പോവും, കരിഞ്ഞു. കരിഞ്ഞ ചപ്പാത്തി നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് നമുക്ക് മറച്ചിടാം. പിന്നെ ഇങ്ങോട്ട് എത്തില്ലേ, ഇങ്ങനെ ഇതല്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിക്കാം. ഉറപ്പിച്ചോ? അപ്പൊ എന്ത് പാടണം? ഒന്നാം മലരേ മലരേ തോപ്പേ. ലളിതഗാനല്ല, എല്ലാവരും കൂടെ പാടണം. എന്നാലേ ഞാൻ അടുത്ത് മറക്കുള്ളൂ, അല്ലെങ്കിൽ മറക്കൂല. മടിയന്മാരാ ഞങ്ങള് കേട്ടോ. ഉറക്കെ പാടു, കേക്കട്ടെ. ഒന്നാം മലരേ മലരേ തോപ്പേ, ഒന്നര വട്ടി തെനവെതച്ചേ. ഏറ്റവും നല്ല ശബ്ദത്തിൽ ഉയർത്തി പാടുന്ന ആൾക്കൊരു സമ്മാനമുണ്ട്. ആർക്കാ സമ്മാനം വേണ്ടേ? ആർക്കാ സമ്മാനം വേണ്ടത്? നല്ല ശബ്ദത്തിൽ പോകാം കേട്ടോ. ഒന്നര വട്ടി തെനവെതച്ചേ. നമ്മളിതിങ്ങനെ ശീലിച്ചു പോയി. സമ്മാനം കിട്ടുകയാണെങ്കിൽ എന്ത് പണി ചെയ്യാല്ലേ. ഇനി ഇങ്ങേറ്റല്ലേ, ഇയാളിരുന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. പാട്ടുപാടി നിങ്ങൾ പൊക്കോളി, ഞാനിവിടെ നിന്ന് കരയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, അതും കൂടെ മണി. തേനക്കൊപ്പം പൂവും കായും കതിരൊപ്പം നേരന്നപ്പം അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ഇത്തിരി മടക്കിയില്ലേ? മടക്കിയല്ലോ. ഇനി ഇതാ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് നിൽക്കുന്ന ഈ 2 ഇതളുകളുടെ ഈ ഭാഗം ഇങ്ങനെ മേലേക്ക് മടക്കി. മടക്കിയോ? റെഡിയായോ? കൂടെ ഇരുന്നോളൂ, അതാണ് നല്ലത്. ഇരുന്നോളും. റെഡിയായോ? റെഡി എത്രയല്ലേ? ഇനി നമ്മൾ ചെയ്യുന്ന ഇവിടെ ഒരു ഇടയില്ലേ, ഇങ്ങനെ ഒരു ബോക്സ് ഇല്ലേ, ഇതിലേക്ക് നമ്മൾ ഈ കഷ്ണം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് തിരികെ പറയും, അത് അഴിഞ്ഞു പോരാതിരിക്കുക. തേനക്കൊപ്പം പൂവും കായും കതിരപ്പം നേരന്നപ്പം അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ഇപ്പൊ തന്നെ നമുക്കൊരു തൊപ്പിയായി. ഇതാ പതുക്കെ എടുത്തിട്ട് ഈ തൊപ്പി ഇങ്ങനെ തലയിൽ വെക്കാം. അപ്പൊ ആരുടെ തൊപ്പിയാ? ഇതങ്ങ് പോപ്പിലുള്ള തൊപ്പിയാണ്. ആരുടെ തൊപ്പിയാ? പോപ്പിന്റെ മാർപ്പാപ്പയുടെ തൊപ്പിയാണ്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കാം. പേരെഴുതി വെക്കാം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എഴുതി വെക്കാം. ഇങ്ങനെ സ്കൂളിലേക്ക് തൊപ്പിയൊക്കെ വെച്ച് പോവാം. നല്ല എയർ കണ്ടീഷൻ അതിനകത്ത്. എത്ര സമയം വേണം ഇങ്ങനെ ഇരുന്നിട്ട്. രണ്ടാം മലരേ മലരേ തോപ്പേ, 2 വട്ടി തെനവെതച്ചേ. തേനക്കൊപ്പം പൂവും കായും കതിരപ്പം നേരന്നപ്പം അതിലൊരു കിളി വന്ന് ചതുരം കൊത്തി. കിളിയാ, വാലാട്ടുന്ന കിളി ഏതാ? ഇരുന്നിട്ട് നോക്കും. അതാണ്, കണ്ടില്ലേ? ആരെ കളിക്കുന്നുണ്ടോ? അതിനിടയ്ക്ക് മൂപ്പര് വേറെ പണിയൊക്കെ ചെയ്യും. അതെന്താണ് സംഭവം? ഇപ്പോഴാണ് നമ്മളെ ജഗദീഷ് മാമൻ പറഞ്ഞത് എന്ത് ചെയ്തു, കാക്ക എന്ത് ചെയ്തെന്ന് തോന്നണേ. അത് ഉറക്കം പറയാൻ മടിക്കൊന്നും വേണ്ട. അത് ശരിയായിട്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും കേട്ടോ. ശരി, ഓക്കെ. നമ്മള് പഴയ കാലത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലായിരുന്നു. അന്ന് അകത്തന്നെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പുറത്ത് പോയിട്ട് സാധിക്കാന്ന്. ഇപ്പൊ എന്തായിപ്പോയി, നമ്മള് പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡും എന്തൊക്കെ കഴിക്കുക, പുറത്ത് പോയാല് ഷവർമ്മ കഴിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, വീട്ടിനകത്തുള്ള ബെഡ്റൂമിനോട് ചേർന്നുള്ള കക്കൂസ് പോയിട്ടാണ് ഇപ്പൊ കാര്യം സാധിക്കുന്നത് അല്ലേ. പണ്ടുള്ള ആൾക്കാർ നല്ല പേര്, അവർ അകത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇപ്പൊ പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് അകത്ത് വന്ന് സാധിക്കും. നമ്മള് കാലം കഴിയുന്നവർ നമുക്ക് വേറെ കൂടി വരികയാണ് അല്ലേ. ശരി, അപ്പൊ ഇനി ഒരു തൊപ്പിയിലേ ആയുള്ളൂ, ഇനിയും തൊപ്പിയിലേക്ക് പോവാം. അപ്പൊ പോപ്പിന് തൊപ്പി കഴിഞ്ഞു. ഇനി ഇതാ ഈ കൂർപ്പില്ലേ, നമുക്ക് കുറുമ്പുള്ളവരെ നമ്മളെ അമ്മയും അച്ഛനൊക്കെ എന്താ ചെയ്യാ, അവിടെ ഇരിക്കുന്നവർ അടിച്ച് ശരിയാക്കും അല്ലേ. ഇടയ്ക്കിറന്ന് ഉള്ളൊക്കെ തരും മാഷന്മാരൊക്കെ, വലിയ കുറുമ്പന്മാരെ. അതാ ഈ കൂർപ്പെടുത്തിനകത്ത് ഇങ്ങനെ
ഉണ്ടോ സേ കയ്യിനൊക്കെ നല്ല ഉറപ്പ് വേണം കുട്ടികൾക്ക്. കൊണ്ടതോടെ ഇയാളാരാ? ചേട്ടനാണോ? ചേട്ടൻ നല്ല സഹായിയാണല്ലോ. ചേട്ടൻ ഇതിനെ കണ്ണുടച്ചേ തിരിച്ച് എന്നോട് എന്താ ചോദിക്കാത്ത? ചോദിക്കണ്ടേ? നിങ്ങളെന്തിനാ കണ്ണോടെ ചോദിക്കണ്ടേ? ഞാൻ സ്റ്റൈലിന് ഇപ്പൊ ഒരു തൊപ്പിയായി. ഇത് നമ്മളെ ഹസാരെ വെച്ച തൊപ്പിയാണ് അല്ലേ? എവിടെ നമ്മളെ ഹസാരെ? പ്രിയപ്പെട്ട ഹസാരെ വെച്ച തൊപ്പിയാണ് അല്ലേ? അപ്പൊ നമ്മൾ അന്നാസരാവോ തൊപ്പി വെച്ചാല്? തൊപ്പി വെച്ചാൽ അന്നാസരാവോ? ഒരുപാട് കാലം കഴിയണം അതിന് പ്രാർത്ഥിക്കാണ്ട് കേട്ടോ. നല്ലോണം പ്രാർത്ഥിക്കാൻ പ്രയത്നിക്കണം. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ തൊപ്പി പതുക്കെ ഇങ്ങനെ ഒന്ന് മടക്കി നോക്കാം. ഇവിടെ ചെറുക്ക് പ്രശ്നമില്ല. അപ്പോ അങ്ങനെ ആവുമ്പോ ഈ തൊപ്പി എന്ത് തൊപ്പിയാവും? നമ്മുടെ മാധവിക്കുട്ടി ടീച്ചറിനൊക്കെ ഡീലിറ്റ് കിട്ടിയില്ലേ? ഡോക്ടറേറ്റ് കൊടുക്കുന്ന സമയത്ത് വെക്കണ തൊപ്പിയാവും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ചെറിയ ഈ ഫാൻസി നൂല് കിട്ടൂലേ? ഫാൻസി നൂലൊക്കെ കിട്ടില്ല, റിപ്പണൊക്കെ, അതെടുത്തിട്ട് ഇവിടെ തൂക്കിയിടുക. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഡീലിറ്റ് തൊപ്പിയാക്കണമെങ്കിൽ എന്ത് വേണം? ഡീലിറ്റ് തൊപ്പിയാക്കണമെങ്കിൽ എന്ത് വേണം? കറുത്ത ചാർട്ട് പേപ്പർ കിട്ടൂലേ? അത് വെച്ചിട്ട് ചെയ്യാം. ഇത് അതേപോലെ തന്നെ നമ്മുടെ മേശപ്പുറത്ത് നമുക്ക് സാധനങ്ങൾ, നമ്മളെ പെൻസിലൊക്കെ ഉണ്ടാവില്ലേ? മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും മൊബൈൽ ഫോണില്ലേ? ഉണ്ടാവും. ഇപ്പൊ കുട്ടികളുടെ മൊബൈൽ ഉണ്ടാവും. അച്ഛനമ്മരത്തില്ലെങ്കിൽ കുട്ടികളുടെ ഉണ്ടാവും. നിങ്ങൾ വീട്ടിലേക്ക് എത്തണമെന്ന് അറിയാനേ അച്ഛനമ്മമാർ തരുന്ന സാധനമാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേശപ്പുറത്തെ ചിക്കി പറിച്ചിട്ട സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കളക്ടിങ് ബോക്സ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. കുറച്ച് കഴിഞ്ഞ് പഠിച്ചൊക്കെ ഇത് കഴിയുമ്പോൾ തലയിൽ വെക്കാനുള്ള തൊപ്പിയാക്കാം. എന്ത് ചെയ്യാം? സാധനങ്ങൾ ശേഖരിക്കാം. അടുക്കളയിൽ ആരാ പോവുക? അമ്മയാണോ അച്ഛനാണോ പോവുക? അത് അമ്മയ്ക്കുള്ള പണിയാണല്ലോ. അമ്മയ്ക്കുള്ള സ്ഥലമാണത് അടുക്കള എന്ന് പറയുന്നത് അല്ലേ? അവിടെ എങ്ങാനും അച്ഛനെങ്ങാനും കയറി എന്താ പ്രശ്നം? അതൊക്കെ പ്രശ്നമായിരിക്കും. എന്താ പ്രശ്നം? എന്റെ വീട്ടിലെ കേറോ? പാപ്പ അടുക്കളയിലൊക്കെ പോയി നോക്കോ? പോയത് തന്നെ. അതാ അങ്ങനെയാണോ? അതേ പോകുന്നാണോ? പാപ്പ ഉണ്ടാക്കണ ഏതിനാണോ ടേസ്റ്റ്? ഉമ്മ ഉണ്ടാക്കണേനാണോ ടേസ്റ്റ്? ഉമ്മ ഉണ്ടാക്കണ. അപ്പൊ ശരി, അത് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് പരീക്ഷിക്കണം, നല്ലതാട്ടോ. ശരി, ഏതായാലും ഇപ്പൊ അതായില്ലേ? ഒക്കെ ഇല്ലേ? ഇനി നമുക്കൊരു ചെറിയ പണിയുണ്ട്. ഇത് എന്റെ പേപ്പർ, ഞാനെടുത്ത പേപ്പർ നിങ്ങൾക്ക് നല്ലതൊക്കെ തന്നേ നമ്മളെ കയ്യിലുള്ളത് കുറച്ച് കഷ്ണമാണ്. ഇതാ ഈ മുൻഭാഗം ഇങ്ങനെ ഇരുന്നോട്ടെ, പിൻഭാഗം ഇങ്ങനെ മടക്കുക ഒരെണ്ണം. അപ്പൊ എന്താവും? നമ്മളെ കേണൽ ഓടാൻ പോണ സമയത്ത് വെക്കുന്ന തൊപ്പിയാവും. അപ്പൊ തൊപ്പി ഇങ്ങനെയാണോ വെക്കുക? നല്ല ഇതിങ്ങനെ വെക്കും അല്ലേ? ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. ഒരു സൈഡ് മാത്രം, ഒരു കോർപ്പ് മാത്രം മടക്കിയോ? ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? വൈകി വരുന്ന പറവകൾക്ക് വിത്തും വെള്ളമൊന്നും കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ? ഓടി വന്നിരുന്നോണം ഓരോ സ്ഥലത്ത് കേട്ടോ. ശരി, അങ്ങനെ മടക്കിയില്ലേ? ഇനി ഇതിന്റെ ഇവിടത്തെ ഈ കോർപ്പും കൂടി മടക്കിയോ? ഇപ്പോഴും നമുക്ക് നല്ലൊരു പെട്ടി കിട്ടി. വേണമെങ്കിൽ ചുവരിൽ നമ്മളുടെ ഫോട്ടോയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു തൂക്കൽ സാധനം കേട്ടോ. ഒരു വാൾ ഹാങ്ങിങ് സാധനം. നമുക്ക് ഓണക്കാലത്ത് പൂവട്ടിയായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള സമയങ്ങളിൽ നമ്മുടെ ക്രയോൺസ്, സ്കെച്ച് പെൻ പോലെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വീണ്ടും ഉപയോഗിക്കാം. നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ ഇതിനകത്ത് ഇല വെച്ച 5 സ്റ്റാറിലുള്ള ഫുഡ് തരുന്ന സ്റ്റൈലായി അല്ലേ? ഇതിനകത്ത് ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട വെള്ളപ്പം, പുട്ട്, ഇഡ്ഡലി, അതുപോലെ കുഞ്ഞു കുഞ്ഞു കപ്പയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഡ്രൈ ഫുഡൊക്കെ ഇട്ട് വെക്കാം, നട്ട്സൊക്കെ ഇട്ട് വെക്കാം. അപ്പൊ അത്രയായില്ലേ? അപ്പൊ ഇനി ഇതുപോലെ കുറെ എണ്ണം അങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശേഖരണ പോക്കറ്റായിട്ട് സ്കൂളിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഒരു തൊപ്പി കിട്ടിയില്ലേ? കിട്ടിയ തൊപ്പി തലയിൽ വെച്ചോളൂ, ആർക്കും കൊടുക്കേണ്ടതല്ല കേട്ടോ. ഇത്രയും ഓർമ്മ ഉണ്ടാവോ? അപ്പൊ ഓർമ്മ ഉണ്ടാവാൻ ഒരു പ്രശ്നമില്ല. ഇതിന് മടക്കുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. കണ്ണു മുറുക്കി ചിമ്മി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചോ കേട്ടോ. കണ്ണു മുറുക്കി ചിമ്മിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഏതായാലും ആ തൊപ്പി തലയിൽ വെച്ചോളൂ. നമുക്കൊരു വേറൊരു സാധനം ഉണ്ടാക്കിയാലോ ഇനി? ശരിയല്ലേ?